പ്രൈസ് ദി ലോർഡ്. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായ്ക കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന വാക്കുകളാണ്. ശിഷ്യന്മാരെന്താണ് പറയുന്നത്? കർത്താവേ, ലാസറിന് അധീനമാണെന്നൊക്കെ അറിഞ്ഞു, കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഇപ്പം യെരൂശലേമിലേക്ക് പോയാൽ അവർ നിന്നെ പിടിക്കും, ഉപദ്രവിക്കും. പലതവണ നിന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും അവർക്ക് സാധിച്ചില്ല. എങ്കിൽ തന്നെയും അവരെല്ലാവരും വളരെ കോപത്തോടെ ഇരിക്കുകയാണ്. കാരണം നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു, നിന്നിൽ വിശ്വസിക്കാനായിട്ട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടെങ്കിലും വിശ്വസിക്കാൻ പറഞ്ഞു. അവർക്ക് സഹിച്ചുകൂടാത്ത ഒരു കാര്യമാണിത്. നീ ദൈവത്തോട് സമനാക്കിയത്, അതാണ് നീ ചെയ്ത കുറ്റം എന്നൊക്കെ ശിഷ്യന്മാർ പറയുകയാണ്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഇപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുകയില്ല. ഇതാണ് അവിടെ പോകേണ്ടതായ ശരിയായ സമയം. അതായത് പകലിന് 12 മണി നേരമുണ്ട്. ആ പകൽ സമയത്താണ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ നാം വിചാരിക്കുന്നത് പോലെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇത് കർത്താവ് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഭൂമിയിലെ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ മിനിസ്ട്രി, ശുശ്രൂഷയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കാരണം ഒരു നിശ്ചിത കാലയളവ് പിതാവ് തനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും, അതായത് പിതാവിൻ്റെ ഹിതമാണ് പുത്രൻ ചെയ്യുന്നത്. അപ്പോൾ പിതാവ് നിശ്ചയിച്ചിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് പുത്രൻ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക സമയവും കൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തിനകം കർത്താവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മനുഷ്യപുത്രനായി താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അത് ദൈവനാമത്തിന് മഹത്വീകരിക്കുന്നതല്ല, ദൈവഹിതത്തിനെതിരായിട്ട് തീരും. അതുകൊണ്ട് നാം ഇപ്പോൾ, ഇതാണ് റൈറ്റ് ടൈം, ഈ സമയത്ത് തന്നെ നാം അവിടെ പോകണം. ദൈവനാമം മഹത്വപ്പെടണം. അതിനുള്ള പ്രവൃത്തികൾ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ പോവുകയും ചെയ്യും എന്നാണ് കർത്താവ് അവരോട് പറയുന്നത്. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമുക്ക് ചില സമയങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. അതായത് നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് നാം സൂക്ഷ്മതയോടെ ജീവിക്കണം. എന്താണ് പറയുന്നത്? യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു. അപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർ, അതായത് ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂമിയിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഒരായുസ്സുണ്ട് നമുക്ക്. ഈ ആയുസ്സിൻ്റെ സമയത്ത് നാം കർത്താവിനെ അറിയുകയും കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുകയും വേണം എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരാംശം. എഫേസ്യർ 5:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ഇതാണ് നമ്മോടുള്ള ഉപദേശം. കർത്താവ് ഈ പറയുന്നതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്: യഹോവയെ അന്വേഷിക്കുക. അതുകൊണ്ട് യഹോവയെ അന്വേഷിക്കുന്നത് ആരാണ്? ബുദ്ധിമാനാണ്. കാരണം യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമായിട്ടുള്ളത്. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അന്വേഷിക്കേണ്ട സമയത്ത് നാം അന്വേഷിച്ചാൽ ദൈവം നമ്മളെ കാത്തുകൊള്ളും. നമ്മുടെ സംരക്ഷണം കർത്താവിൻ്റെ കരങ്ങളിലാണ്. അതാണ് നാം വിശ്വസിക്കേണ്ടത്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ദൈവഹിതപ്രകാരം ജ്ഞാനത്തോടെ ജീവിപ്പാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള കാര്യം എന്തെന്ന് അന്വേഷിച്ച് അതിൻ പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം
ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെയാണ് നാം ദൈവഹിതം മനസ്സിലാക്കുന്നത്? വചനത്തിൽ കൂടെയാണ് നാം ദൈവഹിതം മനസ്സിലാക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക എന്നുള്ള ഒരു കാര്യം. അതായത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്ക്, എങ്കിൽ തന്നെയും നാം ക്രിസ്തുവിനെ പിന്തുടരുന്നവരായി ജീവിക്കണം. ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളും എല്ലാം ദൈവഹിതത്തിന് വിധേയപ്പെട്ടതായിരിക്കണം. അങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മോടെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനം, അതായത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അറിവ്, വചനത്തിൽ കൂടെ ലഭിക്കുന്ന അറിവിൻ പ്രകാരം നാം ജീവിക്കണം. നമ്മെ ദൈവമാണ് നടത്തുന്നത്. പകലുള്ളിടത്തോളം, അതായത് നമ്മുടെ ജീവിതം നമുക്ക് അനുവദിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവഹിതപ്രകാരം നടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ധന്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.